ശംശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഒരു ചോദ്യമാണ്. സാബത്ത് തുണിയലക്കാനുള്ള ദിവസമാണോ? ഇന്ന് സാബത്തിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാതിരിക്കുന്ന ഒത്തിരി കത്തോലിക്കരെ പോലും കാണാൻ പറ്റും. ഞാനിത് പറയാൻ കാരണം ഒരു വ്യക്തിയുടെ സാക്ഷ്യം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അച്ഛാ, ഞാൻ 2 ഞായറാഴ്ച പണിക്കാരെ വിളിച്ച് ഞാനും അവരുടെ കൂടെ പണിയെടുത്തു. അപ്പം അങ്ങനെ കുറച്ച് എക്സ്ട്രാ വരുമാനം ഉണ്ടായി. പക്ഷേ അതുമൂലം സംഭവിച്ചത് ഒരു 4 ഞായറാഴ്ച കിട്ടാവുന്നത് എനിക്ക് കൈമോശമാണ്. അവന് ഈ 2 ഞായറാഴ്ച പണിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സാത്താൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങി മദ്യപിക്കാൻ പോയി. അങ്ങനെ അവസാനം ഓവറായിട്ട് കുടിച്ച് പലവിധ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായി. 2 ഞായറാഴ്ച കൊണ്ട് കുറച്ച് നിയമം ലംഘിച്ച് പണമുണ്ടാക്കിയെങ്കിലും അതിലേറെ അതിൻ്റെ ഒരു ഇരട്ടിയോ 4 ഇരട്ടിയോ അവന് കൈമോശം വന്നു എന്ന് അവൻ തന്നെ ഇങ്ങോട്ട് ഏറ്റുപറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സാപത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് അനുഗ്രഹം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരുപാട് നഷ്ടം നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും. ഒരാളുടെ ഒരു ട്രൂ സ്റ്റോറിയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൻ പോലും സജസ്റ്റ് ചെയ്യാണ്, നമുക്ക് ഈ ഞായറാഴ്ച പണിയെടുത്താലോ ജോലി ചെയ്താലോ പുള്ളി എന്നെ വിലക്കും. കാരണം അദ്ദേഹത്തിന് കിട്ടിയ ഒരു ബോധ്യം. അപ്പം അതുകൊണ്ട് ഞായറാഴ്ച പണിയെടുത്തിട്ടുള്ള സമ്പാദ്യം വേണ്ട എന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തി. വിദേശ രാജ്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർക്ക് സാബത്ത്, സൺഡേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 6 ദിവസം ജോലി ചെയ്യും, ഞായറാഴ്ച ആയിരിക്കാം അവധി ദിവസം. മെയിനായിട്ടും ഈ അവധി ദിവസം അവർ ഉപയോഗിക്കുന്നത് കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അവർ തുണി അലക്കും, അതുപോലെ തന്നെ ഹൗസ് ക്ലീൻ ചെയ്യും, പിന്നെ ഒത്തിരി ഭക്ഷണം ഉണ്ടാക്കും. വേണേൽ ഒരാഴ്ചത്തേക്കുള്ളത് ഒന്നിച്ച് ഉണ്ടാക്കിയിട്ട് സിപ്ലോഗ് ബാഗിനകത്ത് ഓരോ നേരവും എടുക്കാനുള്ളത് അത് സ്റ്റോർ ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കും. അപ്പോൾ അവരുടെ മെയിൻ സാബത്ത് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പള്ളിയിൽ പോലും പോയെന്ന് വരില്ല. പോയാലും പോയെന്ന് കുർബാനയ്ക്ക് പോയെന്ന് വരുത്തിയിട്ട് ബാക്കി സമയം മുഴുവൻ അവർ ചിലവഴിക്കാറുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് മനസ്സിലാക്കിയവരാണോ ഇവരെന്ന് നാം സംശയിക്കണം. ഏതാനും കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ തിരിച്ചറിയാം. സാബത്ത് വിശുദ്ധമാകുന്നത് എപ്പോൾ എന്നത് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് അത് തിരിച്ചറിയാം. പുറപ്പാട് 16:23 സാബത്ത് കർത്താവിൻ്റെ ദിനമാണ്, അത് വിശുദ്ധമാണ്. ഈ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവർ സാബത്ത് വിശുദ്ധമായിട്ട് ആചരിക്കും. പുറപ്പാട് 16:26 വായിച്ചാൽ 7-ാം ദിവസം പണിയെടുക്കരുത്, 6 ദിവസം നിങ്ങൾ ജോലി ചെയ്യും, 7-ാം ദിവസം വിശ്രമിക്കുക, കാരണം അത് ദൈവത്തിന് വിശുദ്ധമാണ്. അങ്ങനെയാണ് വചനം പറയുക. ഇത് തന്നെ നിങ്ങൾ പുറപ്പാട് 35 2-ാമത്തെ വചനം കൂടി എടുത്താലും ഇതേ സന്ദേശം നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. നമുക്ക് പുറപ്പാട് 31 15-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. സാബത്ത് വിശുദ്ധമായ ഒരു ദിനമാണ്. സാബത്ത് വിശുദ്ധമായിട്ട് നമ്മൾ കണ്ട് ആ സാബത്ത് ആചരണം നടക്കണം. ഇനി ആ സാബത്ത് ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ ചെറിയ ശിക്ഷയൊന്നുമല്ല. സാബത്ത് ലംഘിക്കുന്നവർ വധിക്കപ്പെടണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ള ഒരു ദിവസമാണ് സാബത്ത് ദിവസം. ആ ദിവസം ആത്മീയ കാര്യങ്ങളെക്കാൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ സംഭവിക്കാവുന്നത് ആത്മീയ മരണം. പള്ളി പോയില്ലെന്ന് വിചാരിച്ച് നമ്മളെ വന്ന് കൊല്ലാനൊന്നും പോകുന്നില്ല, പക്ഷേ ആത്മീയ മരണം അതിലൂടെ സംഭവിക്കാം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്കിനി കർത്താവ് പഠിപ്പിച്ച ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. സാബത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യേശുവിൻ്റെ ചില വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മത്തായി 12:8 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യപുത്രൻ സാബത്തിനും ഉപരിയാണ്, സാബത്തിൻ്റെയും കർത്താവാണ്. എന്താ അതിൻ്റെ അർത്ഥം? സാബത്ത് വെറുതെ ഒരു നിയമമായിട്ട് നമ്മൾ പാലിക്കുക എന്നുള്ളതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. ചില സാബത്ത് ലംഘനങ്ങളൊക്കെ നടത്തിയ യേശുവിനെ കാണാൻ പറ്റും. കാരണം അവൻ പറഞ്ഞു, ദൈവപുത്രൻ, അതായത് യേശു ക്രിസ്തു സാബത്തിൻ്റെയും കർത്താവാണ്. ലൂക്ക 6:9 വചനം എടുക്കുമ്പോൾ ഒരു കൈ ശോഷിച്ച വ്യക്തിയെ സുഖപ്പെടുത്തുമോ ഇല്ലയോ എന്ന് നോക്കിയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ സാബത്ത് ലംഘനം നടത്തിയതിൻ്റെ പേരിൽ അവനെ കുറ്റപ്പെടുത്താൻ പറ്റുമെന്ന് ആലോചിച്ചിരുന്നവർ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം, സാബത്ത് എന്തിനു വേണ്ടിയാ? നന്മ ചെയ്യാനാണോ തിന്മ ചെയ്യാനാണോ? നന്മ ചെയ്യാനുള്ള ദിവസമാണ് സാബത്ത് ദിവസം എന്നുള്ളത് കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. മത്തായി 9:13 12:7 ഇതെല്ലാം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് ഈ സാബത്ത് ആചരണത്തെക്കാൾ വിലമതിക്കുന്ന ഒന്നുണ്ട്, കരുണ. ഞാൻ ആഗ്രഹിക്കുന്നത് ബലിയേക്കാൾ കരുണയാണ്, സ്നേഹമാണ് എന്നുള്ളത് നിങ്ങൾ പഠിക്കുവിൻ എന്നാണ് യേശു തന്നെ പറഞ്ഞത്. 1 തീമോത്തി 2:8 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്,
ഈ നിയമം നല്ലതാണ് ഉചിതമായി കൈകാര്യം ചെയ്യുമ്പോൾ. ഈ നിയമം അത് കണ്ണടച്ച് അതങ്ങ് പാലിച്ചാൽ നമ്മൾ സ്വർഗത്തിൽ പോകും. അങ്ങനെ അതിൻ്റെ പേരിൽ സ്നേഹം ലംഘിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും കർത്താവ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് തിരിച്ചറിയണം. മർക്കോസ് 7:13 എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ പാരമ്പര്യം പറഞ്ഞ് ദൈവവചനം നിരർത്ഥകമാക്കുന്നു. അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. വചനം അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നവരായിട്ട് മാറണം. കുറച്ച് പാരമ്പര്യവും നിയമങ്ങളും അതിന് അമിത പ്രാധാന്യം കൊടുത്താലും അത് നിങ്ങളെ സ്വർഗത്തിലെത്തിക്കണമെന്നില്ല. അവസാനമായിട്ട് അപ്പസ്തോലന്മാരുടെ ചില പതിവ് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കുന്നത് നല്ലതാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13:14 എടുത്താൽ സാബത്ത് ദിവസം അവര് സിനഗോഗ് സന്ദർശിച്ചു. എന്നിട്ട് വചനം വ്യാഖ്യാനിക്കുന്നതിന് ആ അവസരം അവര് പ്രയോജനപ്പെടുത്തുന്നത് കാണാൻ പറ്റും. ദൈവവചനം കേൾക്കാനും ആ വചനം പ്രഘോഷിക്കാനുമുള്ള ഒരു തീഷ്ണത അവർക്കുണ്ടായിരുന്നു. ഇന്ന് കത്തോലിക്കരുടെ കാര്യം എടുത്താൽ പോലും നമുക്ക് കാണാൻ സാധിക്കും, പള്ളി പോകാൻ വലിയ താല്പര്യമില്ലാത്തവരുണ്ട്. പോയാൽ തന്നെ വചനം കേൾക്കണമെന്ന് ഒട്ടും താല്പര്യമില്ല. പ്രസംഗമൊന്നും ഇല്ലാതെ പെട്ടെന്ന് കുർബാനയൊന്ന് തീർത്ത് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് എന്ന് ചിന്തിക്കുന്ന കത്തോലിക്കരെ നമ്മൾ കണ്ടെന്ന് വരും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 13 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, വചനം പ്രഘോഷിച്ച പൗലോസ് ഇനി അതിന് ഒരു ചാൻസ് കിട്ടിയപ്പോഴേ അവൻ എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ വചനം വ്യാഖ്യാനിക്കുന്ന ഒരു രംഗം ഈ അധ്യായത്തിൽ കാണാൻ പറ്റും. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 9-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, സാബത്ത് വിശ്രമം ദൈവജനത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അമേരിക്കയിലൊക്കെ ഒരു ദിവസം ഡേ ഓഫാണ്. ഒരു പഠനം അവർ നടത്തിയിട്ട് അതിൻ്റെ ഒരു ഫൈൻഡിങ് അവർ പറഞ്ഞത് 7 ദിവസവും വിശ്രമമില്ലാതെ ജോലി ചെയ്തവരെക്കാൾ പ്രൊഡക്റ്റീവായിട്ട് കാണപ്പെട്ടത് 6 ദിവസം ജോലി ചെയ്തിട്ട് ഒരു ദിവസം ഡേ ഓഫ് എടുത്തവരിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് വിശ്രമം ദൈവജനത്തിന് ആവശ്യമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. മർക്കോസ് 6:31 ശിഷ്യന്മാരോട് പോലും അപ്പസ്തോലന്മാരോട് പോലും കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, വരുവിൻ ഒരു വിജന സ്ഥലത്തേക്ക് നമുക്ക് പോകാം, നമുക്ക് അവിടെ വിശ്രമിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വിശ്രമമാണ് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന ഒരു ദിവസമായിട്ട് സാബത്ത് മാറുന്നതാണ് നമുക്കൊക്കെ ആത്മീയ വളർച്ചയ്ക്കും ദൈവാനുഗ്രഹത്തിനും ആവശ്യമായിട്ടുള്ളത്. ഇക്കാര്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച നമുക്ക് ആ വചന നിറവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.